ബി.ജെ.പി. നേതാവ് കെ. സുരേന്ദ്രന്റെ ജാമ്യ ഹർജിയിൽ നിർണായക പരാമർശവുമായി കേരള ഹൈക്കോടതി. ശബരിമലയിലും നിലയ്ക്കലിലും സുരേന്ദ്രൻ കാണിച്ച കാര്യങ്ങളെ ന്യായീകരിക്കാനാവില്ലെന്ന് കോടതി പറഞ്ഞു. എന്നാൽ സുരേന്ദ്രനെ എത്ര കാലം ജയിലിൽ അടയ്ക്കാൻ പറ്റുമെന്ന മറുചോദ്യവും കോടതി ഉന്നയിച്ചു. സുരേന്ദ്രനെ പോലെ ഒരു പാർട്ടിയുടെ പ്രധാന പദവിയിലിരിക്കുന്ന ആൾ ഇങ്ങനെ പെരുമാറരുതായിരുന്നു എന്നും ഭക്തിയുടെ പേരിൽ കലാപം അഴിച്ചുവിടരുതെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അതേസമയം സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ ശക്തമായി എതിർത്തുകൊണ്ടുള്ള നിലപാടാണ് സംസ്ഥാന സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. അതേസമയം സുരേന്ദ്രന്റെ ജാമ്യാപേക്ഷ ബാക്കി വാദം പൂർത്തിയാക്കി നാളെ വിധി പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ശബരിമലയിലെത്തുന്ന സ്ത്രീകളുടെ പ്രായം പരിശോധിക്കാൻ സുരേന്ദ്രന് എന്ത് അധികാരമാണുള്ളതെന്ന് കോടതി ചോദിച്ചു. ഈ പ്രവൃത്തികൾ ന്യായീകരിക്കാനാവില്ലെന്നും ശബരിമലയെ അക്രമ ഗൂഢാലോചന കേസ് നിലനിൽക്കുന്നു എന്നും കോടതി ചൂണ്ടിക്കാട്ടി. സുപ്രീം കോടതി വിധിയെ കെ. സുരേന്ദ്രൻ മാനിച്ചില്ല. ശബരിമലയിലെത്തുന്ന ഭക്തരിൽ നിന്നുണ്ടാകുന്ന പ്രവൃത്തികളല്ല കെ. സുരേന്ദ്രനിൽ നിന്ന് ഉണ്ടായത്. ശബരിമലയിൽ ഭക്തിയെ തടയാനുള്ള ആസൂത്രണം നടത്തിയത് കെ. സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് എന്നും സർക്കാർ വാദിച്ചു. സുരേന്ദ്രന് ജാമ്യം നൽകിയാൽ ശബരിമലയിൽ വീണ്ടും സംഘർഷമുണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്നും സർക്കാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തു. ശബരിമല ദർശനത്തിനെത്തിയ 52 വയസ്സ് പ്രായമുള്ള സ്ത്രീയെ തടഞ്ഞതിനും ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും മാനഹാനി സംഭവിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ നടത്തിയതിനുമെതിരെയാണ് കേസ്. എന്നാൽ സുരേന്ദ്രന്റെ പേരിലുള്ള കേസ് വധശ്രമത്തിനാണെന്നും അതിന്റെ ആവശ്യം അവിടെ ഇല്ല എന്നും സുരേന്ദ്രന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.